ഇതെന്താണ് അപ്പൊ തോക്ക? എന്റെ പൊന്നു, തോക്കാണിത്. റെഡി, 1 2 ഡിഷും. തോക്ക് തോക്ക് തോക്ക്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കാലിപ്പേന വെച്ച് പേന തോക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇത് കണ്ടില്ലേ, നമ്മൾ ഉപയോഗിച്ച് എഴുതി തീർന്ന നമ്മുടെ പേനകളാണ്, കാലിപ്പേനകളാണ് ഇതൊക്കെ. ഈ പേനകൾ വെച്ചാണ് നമ്മൾ നമ്മുടെ പേന തോക്ക് ഉണ്ടാക്കാൻ പോണത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പലതരത്തിലുള്ള പേന തോക്കുകളാണ് നമ്മൾ കാണിക്കാൻ പോണത്. ആദ്യത്തെ പേന തോക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതാ പേന എടുത്തു. പേനയുടെ ഈ അറ്റം കണ്ട അങ്ങനെ ഊരി മാറ്റി ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ റീഫില്ലർ പുറത്തേക്ക് എടുത്തു. ഇത് കണ്ട നമ്മൾ പേനയുടെ ടോപ്പ് ഊരി എടുത്തിട്ട് കണ്ട പേനയുടെ മുകളിൽ ഇത് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. തിരിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടാ. ഇനി നമ്മളെ ഫ്ലസ് ക്യൂക്ക് പോലുള്ള പശയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റൂട്ടാ. ഇനി നമ്മുടെ കയ്യിൽ പശയില്ലാന്ന് ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടാട്ടാ. നമ്മൾ ഇതേപോലത്തെ ടേപ്പ് എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസ്കിൻ ടേപ്പാണ്. ഏത് തരത്തിലുള്ള ടേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ എടുക്കാട്ടെ. ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുത്താൽ മതി. കണ്ട, ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആയി കിട്ടിയിട്ടുണ്ട്, നല്ല ഡബിൾ സ്ട്രോങ്. എന്നിട്ട് നമ്മൾ ഈ പേനയുടെ അറ്റൂരി എടുത്ത് ഇത് കണ്ട കയ്യിലൊരു കൊച്ചു റബ്ബർ ബാൻഡും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിന്നാണ് കേട്ടോ. അതാണ്ട നമ്മളൊരു ചെറിയൊരു പിന്നെടുത്തിട്ടുണ്ട് ഇവിടെ. കണ്ട, ഈ റബ്ബർ ബാൻഡ് നമ്മൾ എടുത്തിട്ട് കണ്ട പേനയുടെ മുകളിൽ ഒട്ടിച്ച ടോപ്പിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പിന്നെടുത്തിട്ട് നമ്മൾ റീഫില്ലറിൽ ഇത് ഇതേപോലെ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. കണ്ട, പേനയുടെ അകത്തിട്ട റീഫില്ലറിൻ്റെ അകത്ത് പിന്നിൻ്റെ ഈ മൂനയുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ പിന്നിൻ്റെ മറ്റു ഭാഗം, ആ കൊളുത്ത് പോലെ ഇരിക്കുന്ന ഭാഗം നമ്മൾ കണ്ട ഈ റബ്ബർ ബാൻഡിൽ നമ്മൾ കൊളുത്തി പിടിപ്പിച്ച് വെച്ചു. എടാ മോനെ, സൂപ്പർ തോക്കല്ലേ. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഈ തോക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടാ. നമ്മുടെ സൂപ്പർ ഐറ്റമാണ്. ഇവനെ വെച്ച് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാട്ടാ. ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. കണ്ട, അതിങ്ങനെ വലിച്ച് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചങ്ങോട്ട് വിട്ടാൽ മതി. ടക്കേ എന്ന് പറഞ്ഞാൽ പൊക്കോളും. ഇനി നമ്മൾ രണ്ടാമത്തെ പേനത്തോക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഇതാണ്ട അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുപ്പിയുടെ ഒരു അടപ്പെടുത്തുന്നുണ്ട്. നമ്മളെടുത്തിരിക്കുന്ന കുപ്പിയുടെ ക്യാപ്പില്ലേ, ഈ അടപ്പില്ലേ, ഇത് ഇത്തിരി വലുതായി പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായാലും കുഴപ്പമില്ല, വലുതായാലും കുഴപ്പമില്ല. നമ്മൾ എടുത്തേണ്ടത് ഇത്തിരി വലുതാണ്, അതുകൊണ്ട് നമുക്ക് പേനത്തോക്ക് ഉണ്ടാക്കാം. കുപ്പിയുടെ അടപ്പ് നന്നായിട്ട് തുളച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഴുകുതിരി കത്തിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഇരുമ്പാണി എടുത്തിട്ടുണ്ട്. ഈ ഇരുമ്പാണി ദേ ഇങ്ങനെ എടുത്തിട്ട് പ്ലെയർ കൊണ്ട് ഇങ്ങനെ പിടിച്ച് മെഴുകുതിരിയിൽ കാണിച്ച് നല്ലതുപോലെ ചൂടാക്കി എടുക്കാം. ഈ പരിപാടി, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നല്ലതുപോലെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കാരണം കൈ പൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ആണി അങ്ങനെ ചൂടായിട്ട് കണ്ട പുകയൊക്കെ വന്നിട്ട് കിട്ടാം. ചുട്ടുപഴുത്തി ഇരുമ്പാണി കയറി പ്ലാസ്റ്റിക് തുളയണം. നോക്കി, അടിപൊളിയല്ലേ. വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് കുപ്പിയുടെ അടപ്പ് അങ്ങോട്ട് തുളച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കുപ്പിയുടെ അടപ്പിൽ ഈ ക്യാപ്പിലില്ലേ 4 ഹോളുകളാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. 4 ഹോളുകൾക്കും ഒരു റീഫില്ലർ കടന്നു പോകാനുള്ള വലിപ്പമുണ്ട് കേട്ടോ. നമ്മളിവിടെ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. റബ്ബർ ബാൻഡ് മുറിച്ചെടുത്തിട്ട് നമ്മൾ കണ്ട ഒരറ്റം നമ്മുടെ കുപ്പിയുടെ ഒരു ഭാഗത്തുള്ള ഹോളിൽ കെട്ടുന്നു. അതുപോലെ തന്നെ മറ്റേ അറ്റവും കൂടി നമ്മൾ കുപ്പിയുടെ ഈ ദ്വാരത്തിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നു, അടിപൊളിയാക്കി എടുക്കുന്നു. അപ്പോൾ കുപ്പിയുടെ അടപ്പ് കൊണ്ടുള്ള പേനത്തോക്കിൻ്റെ ആദ്യത്തെ പണി പൂർത്തിയായിട്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാനുള്ള പേന ട്യൂബില്ലേ, അതായത് നമ്മുടെ റീഫില്ലർ, അതിൻ്റെ അറ്റത്ത് കണ്ട നമ്മൾ അതായത് ഇങ്ങനെ കണ്ട ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ പേന ട്യൂബിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റബ്ബർ ബാൻഡ് നമ്മുടെ പേന ട്യൂബിലാണ് കൊണ്ട് നിന്നോളും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പേനത്തോക്ക്? അമ്പും വില്ലും എങ്ങനെ എന്ത് വേണമെങ്കിലും പറയാട്ടാ. അടിപൊളി സംഭവം അല്ലേ. ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണിത്. ഈ പേന ട്യൂബ് ഒന്ന് വലിച്ചു പിടിക്കുക, അത് കണ്ട റബ്ബർ ബാൻഡിൻ്റെ ആ ശക്തി അനുസരിച്ച് അങ്ങോട്ട് പറന്നാ പോണത്. എന്ത് പോക്കാൻ നോക്കിയേ, ഷൂ. അടിപൊളിയായിട്ട്. ഇനി മൂന്നാമത്തെ പേനത്തോക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പേന എടുത്തിട്ടുണ്ട്. ഈ പേനയുടെ കണ്ട ഈ വശം അങ്ങനെ ഊരി എടുത്തിട്ട് ആ റീഫില്ലർ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് നൂലെടുത്തുണ്ട്. ഈ നൂല് കൊണ്ട് നമ്മുടെ ഈ റീഫില്ലർ നമ്മുടെ പേനയുടെ മുകളിൽ വെച്ച് അങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ്. അങ്ങോട്ട് കെട്ടി കൊടുക്കാം, അടിപൊളിയായിട്ടാണ് കെട്ടാം. നൂലിട്ട് നല്ലപോലെ കെട്ടി കഴിഞ്ഞപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് കേട്ടാ. കണ്ട, കെട്ടി റെഡിയാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായില്ലേ. ഇനി വേണ്ടത് നമുക്ക് റബ്ബർ ബാൻഡാണ്. ഇത് വേണ്ട, നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തു വേണ്ട ഈ റീഫില്ലറിൻ്റെ 2 അറ്റത്തും നമുക്ക് ഇതേപോലെ വേണ്ട അടിപൊളിയായിട്ടാണ് കെട്ടി കൊടുക്കാം. ഈസി ആയിട്ട് കെട്ടാൻ പറ്റൂട്ടോ, വളരെ വളരെ ഈസിയാണ് ഇങ്ങനെ കെട്ടാനായിട്ട്. ഈ പേനത്തോക്കിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ റീഫില്ലറിൻ്റെ അറ്റം കണ്ട ഇതുപോലെ വേണ്ട കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പേനത്തോക്കും റെഡിയായി കിട്ടി. കണ്ട, ഇതിന് പേനത്തോക്കൊന്ന് അമ്പും വില്ലൊന്നും എന്ത് വേണമെങ്കിലും പറയാട്ടാ. ചെറുതായിട്ട് മീൻ പിടിക്കുന്ന തോക്കിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ. കാലിപ്പേനകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെത്ത് പേനത്തോക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാട്ടാ. അടിപൊളി ഉഷാറായിട്ടും ഉണ്ടത്. ഇതേത് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ റോക്കറ്റ് പോണ പോലെ പൊക്കോളൂ കേട്ടാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ഐറ്റം ഇരട്ടക്കുഴത്തോക്കാണ്. ഇരട്ടക്കുഴത്തോക്ക് ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിട്ടുള്ളത് 2 കാലിപ്പേന കേട്ടാ. ഈ 2 പേനകളുടെ തലയും വാലൊക്കെ അങ്ങനെ നമ്മൾ ചടപടാന്ന് അങ്ങനെ ഊരി മാറ്റേണ്ടാ. കണ്ടില്ലേ, ചില്ലൂപ്പി പോലത്തെ 2 പേനകളായി തീർന്നല്ലേ ഈ പേനകൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരട്ടക്കുഴത്തോക്കിൻ്റെ 2 കുഴലുകളായിട്ടാണ് ഈ 2 പേനകൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നടുക്ക് വയ്ക്കാനായിട്ട് നമ്മൾ ഈ പേന എടുത്തിട്ടുണ്ട്, ഒരു സുന്ദരക്കുട്ടപ്പനായ കോലാപ്പി പേന. എന്നിട്ട് നമുക്ക് നൂലോണ്ട് വേണമെങ്കിൽ കെട്ടി കൊടുക്കാട്ടോ. നമ്മൾ പക്ഷേ ഇവിടെ മാസ്കിൻ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. ടേപ്പ് കൊണ്ട് ചുറ്റുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. കാരണം നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളൂ. ആ പശ കൊണ്ട് ഒട്ടി നല്ല സൂപ്പറായിട്ട് നല്ല ബലമായിട്ടിരുന്നോളൂ.
അപ്പോൾ ടേപ്പ് ചുറ്റി തീർന്നപ്പോൾ തന്നെ നമ്മുടെ തോക്കിൻ്റെ ആദ്യത്തെ പണി നമുക്ക് തീർന്ന് കിട്ടിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തോക്കുകൾ ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മൾ കണ്ട 2 റീഫില്ലർ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 2 പാന ട്യൂബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇരട്ടക്കുഴൽ തോക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് വളരെ ആവശ്യമുണ്ട്. അത് തന്നെ എന്താ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് കണ്ട. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ റബ്ബർ ബാൻഡ് കണ്ട റീഫില്ലറിൻ്റെ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ട നല്ലതുപോലെ നമുക്ക് ഇതുപോലെ ആയിട്ട് ചുറ്റി കൊടുക്കാം. ചുറ്റുന്നത് നൂല് വെച്ചിട്ടാണ് നമ്മൾ ചുറ്റി കെട്ടി കൊടുക്കുന്നത്. നൂല് വെച്ച് ചുറ്റി കെട്ടി കൊടുക്കുമ്പോൾ നല്ല ഉറപ്പിലിരുന്നോളും, നല്ല ബലമായിട്ടിരുന്നോളും, പെട്ടെന്ന് അഴിഞ്ഞൊന്നും പോവില്ല. എന്നിട്ട് നമ്മൾ ഈ കെട്ടി വെച്ചാൽ പേനകളുടെ അകത്തേക്കായിട്ട് ഈ റീഫില്ലർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ റീഫില്ലർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ റബ്ബർ ബാൻഡ് ഇല്ലേ, ഈ റബ്ബർ ബാൻഡ് പൊങ്ങി നിൽക്കുന്ന റബ്ബർ ബാൻഡ് ഈ നടുക്ക് നിൽക്കുന്ന പേനയിലേക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല കുടുക്ക് പോലെ അവിടെ കിടന്നോളും. അപ്പോൾ ഒരു കാരണവശാൽ ഈ റീഫില്ലർ അകന്നോ ഊരിയോ ഒന്നും പോവില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ റീഫില്ലറിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് മുറിച്ച് മാറ്റണം. എന്താണെന്ന് വെച്ചാൽ റീഫില്ലർ ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്, അത് നമുക്ക് പറ്റില്ല. അത് കാരണം നമ്മൾ കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിയാണ്. ഇനി നമ്മളൊരു കടലാസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കടലാസ് കഷ്ണം അങ്ങനെ കീറി എടുത്തിട്ട് കണ്ട ചുരുട്ടി കണ്ട ചെറിയ ബുള്ളറ്റുകളാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ ബുള്ളറ്റ്, തോക്കിലിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബുള്ളറ്റ്. ഇരട്ടക്കുഴൽ തോക്കിലിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബുള്ളറ്റാണിട്ടത്, വെടിയുണ്ട. നമ്മുടെ ഇരട്ടക്കുഴൽ തോക്കിൻ്റെ അകത്തേക്ക് നമ്മൾ വെടിയുണ്ടകൾ നിറയ്ക്കുകയാണ്. ഇത് കണ്ടില്ലേ, കടലാസ് കൊണ്ട് ചുരുട്ടിയെടുത്ത കൊച്ചു വെടിയുണ്ടകൾ വേണ്ട ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. നടുക്ക് വെച്ചാണ് പേനയുടെ കുട്ടൻസ് ഇപ്പോൾ പിടി കിട്ടിയില്ലേ, ഒരു പിടി പോലെ കിട്ടിയല്ലോ നമുക്ക്. ഈ തോക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ഒരു പിടി പോലെ ആയിട്ടില്ലേ. ഇതേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോണ നോക്കിയേ, കണ്ടില്ലേ, ഈസി അല്ലേ, അടിപൊളി. നമുക്ക് വെടിയുണ്ടകളായിട്ട് കൊച്ചു മുത്തുകളും അതുപോലെ തന്നെ റീഫില്ലർ കട്ട് ചെയ്ത കഷ്ണങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇരട്ടക്കുഴൽ തോക്കിൻ്റെ നിർമ്മിതി. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സംഭവം ഇത്ര ഉള്ളൂ കേട്ടോ, ഈസിയാണ്. നമ്മൾ കെട്ടിയിരിക്കുന്ന റബ്ബർ ബാൻഡ് ഇല്ലേ, അത് ആ റീഫില്ലർ കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിങ്ങനെ പിടിച്ചിട്ട് കണ്ട ഒരുമിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോക്കുള്ളൂ. കണ്ട നോക്കിയേ. ഇനി തോക്കുകൾ കഥ പറയും. അങ്ങനെ ഒരു അടിപൊളി മാസ ഐറ്റം ഉണ്ടോ നമ്മുടെ ഇരട്ടക്കുഴൽ തോക്ക്. ഇത് കണ്ട കാലിപ്പേന കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത നമ്മുടെ ഇരട്ടക്കുഴൽ തോക്ക്. അപ്പം നമ്മുടെ പേനത്തോക്ക് കൊണ്ട് നമുക്ക് ഉന്നൊക്കെ ഒന്ന് പരീക്ഷിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിനെ നമ്മൾ ഷൂട്ട് ചെയ്യാനാണ് പോണത്. തക്കാളി ഇത് എവിടെ ഒരു കപ്പ് കമഴ്ത്തി വെച്ചിട്ട് കണ്ട അതിൻ്റെ മുകളിൽ നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് ചുവന്ന് തുടത്ത ഈ തക്കാളിക്കിട്ടാണ് നമ്മുടെ പണി. നമ്മൾ കാലിപ്പേന കൊണ്ട് ആദ്യം നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ പേനത്തോക്ക് കൊണ്ടാണ് കേട്ടോ നമ്മൾ വെടി വയ്ക്കാൻ പോണത്. അങ്ങനെ നമ്മൾ ഒരു രക്ഷയില്ലാട്ടോ, കൊണ്ടില്ലാട്ടാ. അങ്ങനെ നമ്മൾ ഉന്നം പറന്ന് തെന്നിപ്പറന്ന് തക്കാളിക്കിട്ട് നല്ലപോലെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പോവേണ്ട. അടിപൊളി സംഭവം സൂപ്പർ, ദേ കൊണ്ടിട്ടാ. ഇനി നമ്മൾ തക്കാളി വെക്കണ കപ്പിന് ഇത്തിരി ഉയരം കൂട്ടണമെന്ന് തോന്നിയ കാരണം നമ്മളൊരു ചില്ല് ഗ്ലാസ് എടുത്തിട്ടാ. ഈ ഗ്ലാസ് നേരത്തെ വെച്ച കപ്പിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ പോലെ തക്കാളി വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലേശം പൊക്കമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തെറ്റാലി, അതായത് മീനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു തോക്കിൻ്റെ മാതൃകയിൽ നമ്മൾ ഉണ്ടാക്കിയാണ് പേനത്തോക്ക്. നമ്മുടെ തോക്ക് ഇതായത് ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ട, ഇതിങ്ങനെ പിടിച്ചിട്ട് അത് കൊണ്ടില്ല കേട്ടാ. ആ ഉന്നം ചീറ്റിപ്പോയിട്ടാ. അതുകൊണ്ട് നമ്മൾ വേണ്ട വീണ്ടും നമ്മൾ ഉന്നം പിടുത്തം വിട്ടിട്ടില്ല, പണി പാളിയിട്ടാ, അതും കൊണ്ടില്ല. വീണ്ടും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി, 1 2 3. ദാ കണ്ട അടിപൊളി സംഭവം കൊണ്ടിട്ടാ. ഇനി നമ്മൾ ബോട്ടിൽ ക്യാപ്പ് കൊണ്ടുള്ള തോക്ക് എടുത്താണ്ട് ഇതാണ്ട. അങ്ങനെ നമ്മൾ തോക്കിൽ ബുള്ളറ്റ് നിറച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ പേനത്തോക്കിൻ്റെ കാഞ്ചി അങ്ങോട്ട് വലിക്കേണ്ട, അതാ വലിക്കാൻ പോവുകയാണ്. ദാ പോണ് അടിപൊളി. ഇതാ കണ്ട തക്കാളിയിലൊക്കെ സംഭവം സൂപ്പറാണ് കേട്ടാ. ഇത് കണ്ട നമ്മുടെ കയ്യിൽ തെർമോക്കോളിൻ്റെ ഒരു പെട്ടി ഉണ്ട് കേട്ടാ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് പരിപാടികൾ നടത്താൻ പോകുന്നത്. വെടി പൊട്ടിക്കുന്ന പരിശീലന പ്രക്രിയ നമ്മൾ മുറ്റത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇതാണ്ടാ നമ്മൾ തെർമോക്കോൾ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടാ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഈ വിരുദനെ നമ്മളങ്ങോട്ട് കയ്യിലെടുത്തു. റബ്ബർ ബാൻഡ് റീഫില്ലർ ഇങ്ങനെ വലിച്ചങ്ങോട്ട് പിടിച്ചിട്ട് കണ്ട ജെറ്റ് പോലെ അങ്ങോട്ട് വിട്ട് കളയാം. അടിപൊളി. ഇത് പോണോക്കി കൊണ്ടണ്ട് കിട്ടാ. ഇതേ നോക്കിക്കോട്ടാ. ഇനി നമ്മൾ ഈ കില്ലാടി പേനത്തോക്ക് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഇനി ഷൂട്ട് ചെയ്യാൻ പോണത്. റെഡി, 1 2 3. അമ്പമ്പോ സൂപ്പർ. ഇനി നമ്മൾ കാലിപ്പേന കൊണ്ട് ഉണ്ടാക്കി ഇരട്ടക്കുഴൽ തോക്ക് എടുക്കാൻ പോണ്. അതിൽ നമ്മൾ വെടിയുണ്ടായിട്ട്, അതായത് ബുള്ളറ്റായിട്ട് നമുക്ക് കണ്ട ഈ റീഫില്ലറിൻ്റെ കട്ട് ചെയ്ത പീസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഞാനറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് വേണ്ട ഒരു പൊങ്ങച്ചടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. അമ്പോ ഇതും കൊണ്ടിട്ടാ അടിപൊളി. ഒരു വെടിയുണ്ട കാട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടാ. പക്ഷെ ഒരു വെടിയുണ്ട കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുണ്ട്. കുട്ടികളോട് കുഞ്ഞുമക്കളോട് ഒരു പ്രത്യേക അഭ്യർത്ഥന ഞാൻ പറയാനിട്ടാ. നിങ്ങൾ ഇതുപോലുള്ള പേനത്തോക്കുകൾ ഉണ്ടാക്കി വലിയ അപകടം ഒന്നും വരുത്തി വെക്കരുതിട്ടാ. ഇതുപോലുള്ള പേനത്തോക്കുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മുതിർന്നവരോട് സഹായത്തോടെയും സംരക്ഷണത്തോടെയും മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടാ. അപ്പോൾ എല്ലാവരോടും സ്നേഹം. നമുക്ക് വീണ്ടും കാണാം ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.